ക്യുസാറ്റ് കാറ്റ് 2024 LLB എൻട്രൻസ് എക്സാമിനേഷൻ്റെ ആൻസർ കീയും ഒബ്ജക്ഷൻ ലിങ്കും ഇപ്പോൾ ആക്റ്റീവാണ്. എങ്ങനെയാണ് നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് കാണുന്നതെന്നും എങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അറിയിക്കേണ്ടതെന്നുമുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ കാൻഡിഡേറ്റ് റെസ്പോൺസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്നും അതുപോലെ എന്തെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ റേസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു PDF നമ്മുടെ ക്യുസാറ്റിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ആ PDF ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ കാണിക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾ ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ ലോഗിൻ ചെയ്തതുപോലെ തന്നെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യണം. നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കഴിയുമ്പോൾ ആദ്യം തന്നെ ആൻസർ കീ ആൻഡ് ഒബ്ജക്ഷൻ ലിങ്ക് ഉണ്ട്. ആ ആൻസർ കീ ആൻഡ് ഒബ്ജക്ഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 3 ടാബ് കാണാൻ സാധിക്കും. ഒന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ ഒബ്ജക്ഷൻ ഫോം, പിന്നെ കാൻഡിഡേറ്റ് റെസ്പോൺസ്. ഇങ്ങനെ 3 ടാബ് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് റെസ്പോൺസ് ക്ലിക്ക് ചെയ്യുക. കാൻഡിഡേറ്റ് റെസ്പോൺസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ID-യും നിങ്ങളുടെ റെസ്പോൺസ്, നിങ്ങൾ ഏത് ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്തത് അത് കൂടെ കാണിക്കും. അങ്ങനെ കാണിച്ചതിന് ശേഷം ആ കാൻഡിഡേറ്റ് റെസ്പോൺസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. കാൻഡിഡേറ്റ് റെസ്പോൺസ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കതിൽ ഓരോ ക്വസ്റ്റ്യനും ഓപ്ഷൻസും കാണും. അതോടൊപ്പം തന്നെ ഈ കാൻഡിഡേറ്റ് റെസ്പോൺസിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ PDF, അതായത് ഓരോ ക്വസ്റ്റ്യൻ നമ്പറും നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങൾക്ക് അന്ന് കിട്ടിയിട്ടുള്ള ക്വസ്റ്റ്യനും അതിന് നേർക്ക് ക്വസ്റ്റ്യൻ ID-യും കാണും. ആ ക്വസ്റ്റ്യൻ ID-യും ഓപ്ഷൻസുമാണ് നിങ്ങളുടെ കാൻഡിഡേറ്റ് റെസ്പോൺസിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം ആ ക്വസ്റ്റ്യൻ ID-യും ക്വസ്റ്റ്യൻ നമ്പറും കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ റെസ്പോൺസ്, നിങ്ങൾക്ക് ആ കാൻഡിഡേറ്റ് റെസ്പോൺസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ്, നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻസ്, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ഏത് ഓപ്ഷനാണ് കൊടുത്തത് എന്നുള്ളത് കാണാൻ സാധിക്കും. ഇതുപോലെയൊക്കെ കാണാൻ സാധിക്കും. ക്വസ്റ്റ്യൻ ടൈപ്പ്, ക്വസ്റ്റ്യൻ നമ്പർ, ക്വസ്റ്റ്യൻ ID, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കും. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ഓപ്ഷൻ ആണെന്നും, നിങ്ങൾ ആൻസർഡ് അല്ല എങ്കിൽ അത് ഏതും, കറക്റ്റ് ആൻസർ ഏതാണ്, അങ്ങനെയുള്ള രീതിയിൽ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കാൻഡിഡേറ്റ് റെസ്പോൺസ് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അതിനുശേഷം ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒബ്ജക്ഷൻ റേസ് ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് ഒബ്ജക്ഷൻ റേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ PDF ഡൗൺലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് റെസ്പോൺസ് ടാബിൻ്റെ അടുത്തായിട്ട് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ PDF ഡൗൺലോഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ID-യും ക്വസ്റ്റ്യൻ പേപ്പർ PDF-ലുള്ള അതേ ക്വസ്റ്റ്യൻ നമ്പർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അത് കറക്റ്റ് ആണ് എന്നുള്ളത് എൻഷുർ ചെയ്യുക. കാൻഡിഡേറ്റ് ഷുഡ് എൻഷുർ ദാറ്റ് ദ ക്വസ്റ്റ്യൻ ID ഈസ് ആസ് പെർ ദി ക്വസ്റ്റ്യൻ പേപ്പർ PDF ഓൺലി. നിങ്ങളത് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ PDF-ൻ്റെ അതേ രീതിയിലാണ് ക്വസ്റ്റ്യൻ ID-യും വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ PDF-ൽ പറയുന്ന അതേ ക്വസ്റ്റ്യൻ ID തന്നെയാണോ ഇതിനകത്തും കൊടുത്തിരിക്കുന്നത് നോക്കുക. നിങ്ങൾക്ക് ഇനി ഒബ്ജക്ഷൻ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കാൻഡിഡേറ്റ് റെസ്പോൺസിന് തൊട്ടടുത്തായിട്ട് ഒബ്ജക്ഷൻ ഫോം എന്ന് പറഞ്ഞിട്ടൊരു ടാബ് കാണും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ വരും. അതായത് നിങ്ങൾ ഏത് ടെസ്റ്റാണ് എഴുതിയത് അത് ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം എന്നായിരുന്നു, നിങ്ങൾക്ക് ഏത് സെക്ഷനാണ് നിങ്ങൾക്ക് ഒബ്ജക്ഷൻ റേസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ, ഏത് സെക്ഷൻ്റെ കീഴിലാണ് വരുന്നത്, അതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ ID കൊടുക്കുക. അതിൻ്റെ നിങ്ങളുടെ ഒബ്ജക്ഷൻ്റെ നേച്ചർ, അതായത് ആൻസർ ഈസ് ഇൻകറക്റ്റ് എന്നോ ആൻസർ കീ ഈസ് ഇൻകറക്റ്റ് എന്നോ എന്താണോ നിങ്ങളുടെ ഒബ്ജക്ഷൻ, ഏത് തരത്തിൽപ്പെട്ടതാണ് അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഒബ്ജക്ഷനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് അതും കൂടി അപ്ലോഡ് ചെയ്യാനായിട്ടാണ് കൊടുക്കുന്നത്. അത്രയും കാര്യങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഒബ്ജക്ഷൻ സബ്മിറ്റ് ആകുള്ളൂ. ഇനി പറയുന്ന കാര്യം, ഒബ്ജക്ഷൻസ് വൺസ് സബ്മിറ്റഡ് കനോട്ട് ബി എഡിറ്റഡ് ലേറ്റർ. ഒരു പ്രാവശ്യം നിങ്ങൾ ഒരു ഒബ്ജക്ഷൻ റേസ് ചെയ്യുമ്പോൾ ആ ഒബ്ജക്ഷൻ പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഒരു സമയത്ത് ഒരു ഒബ്ജക്ഷൻ മാത്രമേ റേസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഒബ്ജക്ഷൻ റേസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഒബ്ജക്ഷൻ, ഏത് ക്വസ്റ്റ്യനിലാണോ നിങ്ങൾക്ക് ഒബ്ജക്ഷൻ ഉള്ളത് അത് റേസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻസ്, അതായത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ കീയിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നോ തെറ്റായിട്ടുള്ള ആൻസർ ആണ് കൊടുത്തിരിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒബ്ജക്ഷൻ റേസ് ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു കംപ്ലൈൻറ്റും ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒബ്ജക്ഷൻ ഫോം നിങ്ങൾ ഫിൽ ചെയ്യേണ്ട കാര്യമില്ല. ആൻസർ കീയിൽ കംപ്ലൈൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഒബ്ജക്ഷൻസ് കൊടുത്താൽ മതി. ഒബ്ജക്ഷൻ റേസ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇതേ കൊടുത്തിരിക്കുന്നത് 17/5/2024 അതായത് 2 ദിവസം, മെയ് 17-നുള്ളിൽ 2 ദിവസമേ ഉള്ളൂ. അതിനുള്ളിൽ ഒബ്ജക്ഷൻ റേസ് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്തതിനു ശേഷം ഒന്നും കൂടി ആൻസർ കീ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 2 ദിവസമേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അവരോട് പറയുക. കാരണം 2 ദിവസമേ ഉള്ളൂ നമുക്ക് ഒബ്ജക്ഷൻ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ചെയ്യുക. നിങ്ങളുടെ ആൻസർ കീ നോക്കുക.